ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സൂപ്പർ കപ്പ് മത്സരത്തിൽ നമ്മൾ ഈസ്റ്റ് ബംഗാളിനോട് 2-0 എന്ന സ്കോറിൽ വിജയിച്ച് തന്നെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ക്വാർട്ടർ ഫൈനലിൽ നമ്മളെ കാത്തിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. അപ്പോൾ അങ്ങനെ പറയാം, നമ്മുടെ ഡേവിഡ് കാറ്റാലയ്ക്ക് കീഴിൽ അപ്പോൾ ഒരു വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗുഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ക്ലീൻ ഷീറ്റും നേടിയിട്ടുണ്ട്. 2-0 എന്ന സ്കോറിലാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. എന്തായാലും കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2-0 ഒന്നും ജയിക്കേണ്ടതല്ല, നമ്മുടെ ഒരു 5-6 ഗോളികളുടെ ചാൻസ്, അത്രയും ഓപ്പൺ ആയിട്ടുള്ള ചാൻസ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഹിമിനസൊക്കെ വൻ ഫോം ഔട്ടാണ്. പുള്ളി എന്താ കാണുന്നറിയില്ല. പുള്ളിക്ക് ഫസ്റ്റ് തന്നെ 2-ാം മിനിറ്റിൽ നമുക്ക് ലീഡ് എടുക്കാനുള്ള ചാൻസ്. നോഹ ഇന്ന് ചത്ത് കളിക്കുക എന്ന് പറയാം. നോഹയുടെ വാട്ട് എ പെർഫോമൻസ് തന്നെ പറയണം. തള്ളി പറഞ്ഞവർക്കൊക്കെ നമ്മളും കുറച്ച് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന പെർഫോമൻസ് ആയിരുന്നു നോഹ. ആ പെനാൽറ്റിക്ക് വഴിയൊരുക്കിയത് നോഹയാണ്. രണ്ടാമത്തെ ഗോൾ ബാങ്കർ എജ്ജാതി ഗോൾ എന്ന് പറയാൻ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിച്ചിട്ടു. അപ്പോൾ നോഹയായിരുന്നു ഇന്നത്തെ മാച്ചിൽ ഹീറോ ഓഫ് ദ മാച്ചും നോഹയാണ്. നോഹയുടെ ആ പാസിൽ ഹിമിനസിന് തുടക്കത്തിൽ തന്നെ ചാൻസ് കിട്ടിയാണ്. പിന്നെയും ഹിമിനസിന് ഓപ്പൺ ചാൻസ് കിട്ടി, 3 കിട്ടി. പിന്നെ പെനാൽറ്റി കിട്ടിയിട്ട് അത് ഹിമിനസ് എടുത്തു. ആദ്യ പെനാൽറ്റി അത് സേവ് ചെയ്തു, ബട്ട് റീടേക്ക് എടുക്കേണ്ടി വന്നു. ഗില്ല് നിന്നുകൊണ്ട് ചാടിയോണ്ട് എന്തോ പറ്റുന്നു, റീടേക്ക് കിട്ടി. അങ്ങനെ അത് ഗോളാക്കി. അതും ഗോളാക്കിയ പന്തും ഗില്ലിൻ്റെ കൈ തട്ടിയിട്ടാണ് പോസ്റ്റ് കയറുന്നത്. അപ്പോൾ അത്രയും ഒരു പുള്ളിൽ നിന്ന് അത്ര ഫ്ലോപ്പായെന്ന് തന്നെ പറയാം. ഹിമിനസ് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തായാലും മത്സരത്തിൽ നോഹ രക്ഷിച്ചു വരിക. നോഹയെ ആസ്ഥാനമാക്കിയിട്ട് തന്നെ ഈ കളിയും നമ്മളധികം ലോങ് ബോൾ നോഹക്ക് വെച്ച് കൊടുക്കുന്നു. നോഹ ക്രോസ്, പിന്നെ അതുപോലെ നല്ല വൺ ടച്ച് ഫുട്ബോളും കണ്ടു. നല്ല മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിൽഡപ്പൊക്കെ. പിന്നെ ഈ കോച്ച് നമ്മൾ പരമാവധി ഡിഫൻസിലേക്ക് മറ്റേ ഹൈ ലൈനൊന്നും കളിക്കാതെ ഡിഫൻസിൽ ഡീപ്പ് ലൈനിൽ തന്നെ നിന്നിട്ടാണ് കളിച്ചത്. അതെന്തായാലും ഗുഡായെന്ന് പറയാം. നമ്മുടെ ഡിഫൻസും പക്കയായിരുന്നു, നല്ല ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിലോസ് ആയാലും ബെറ്റർ ആയിരുന്നു. ഇന്ന് ഡിഫൻസിനെ സൂക്ഷിച്ച് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ കുറച്ച് ബോറിംഗ് ആയിട്ട് കളി കാണുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുന്നൊരു കളി തന്നെയാണ്. നമ്മൾ ബാക്കിൽ അധികമൊന്നും നമ്മൾ അങ്ങനെ ഡിഫൻസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള കളിയാണ്. അപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ബോറായിട്ടൊക്കെ തോന്നും, ബട്ട് റിസൾട്ട് ആണ് മാറ്റർ. നമ്മൾ വിജയിച്ചു. നമ്മൾ ചാൻസുകളും അതിനൊപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഒതുങ്ങി എന്ന് തന്നെ പറയാം. എന്തായാലും നല്ലൊരു വിജയത്തോടു കൂടി തുടങ്ങാൻ സാധിച്ചു. സച്ചിനായിരുന്നു കീപ്പർ. സച്ചിൻ മാസ്ക് പെട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കണ്ണിനൊക്കെ എന്തൊക്കെ ഇഞ്ചുറി ഉണ്ട്, ബട്ട് ഓക്കെ ആയിരുന്നു സച്ചിൻ്റെ പെർഫോമൻസും. ബാക്കി ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും ഡേവിഡ് കാറ്റാലയ്ക്ക് ഇതിലൊരു വിജയിച്ച് തുടങ്ങാൻ കഴിയുന്നത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്ലേയേഴ്സിനും വലിയൊരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും. അടുത്ത മത്സരം മോഹൻ ബഗാൻ അവരുടെ മെയിൻ ടീമല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ പെടും മോഹൻ ബഗാനിട്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇനി കണ്ടറിയാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.